നമസ്കാരം. പ്രളയത്തിൽപ്പെട്ട ജനങ്ങൾ വീടില്ലാതെയും വറുതിയിലൂടെയും കടന്നുപോകുമ്പോൾ വീണ്ടും ധൂർത്ത് നടത്തുന്നു. സർക്കാരിൻ്റെ നിലപാടാണ് വിമർശനത്തിന് ഇടയാക്കിയിരിക്കുന്നത്. ലോക കേരള സഭയുടെ ഭാഗമായി ഒരു നൃത്ത പരിപാടിക്ക് മാത്രം 8 ലക്ഷം രൂപയാണ് സർക്കാർ ചിലവഴിക്കുന്നത്. 4 കോടി രൂപ ചിലവിൽ കഴിഞ്ഞ വർഷം ജനുവരിയിൽ നിയമസഭയിലായിരുന്നു ലോക കേരള സഭയുടെ ആദ്യ യോഗം നടന്നത്. തുടർച്ചയായുള്ള ആദ്യ മേഖലാ സമ്മേളനം ദുബായിലാണ് അടുത്ത മാസം 15-നും 16-നുമായി നടക്കുക. ദുബായിലെ മിലേനിയം ഹോട്ടലിലും എത്തിസലാത്ത് അക്കാദമി ഹാളിലുമായി നടക്കുന്ന പരിപാടിക്ക് ചിലവ് കോടികളാകും. മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്ന സഭയുടെ അധ്യക്ഷൻ സ്പീക്കറാണ്. പ്രതിപക്ഷ നേതാവ്, ചീഫ് സെക്രട്ടറി, മന്ത്രിമാർ എന്നിവരും പങ്കെടുക്കുമെന്നാണ് സൂചന. സ്വന്തം നാട്ടിൽ ജനം കെടുതിയിൽ നിന്ന് കരകയറാതെ കിടക്കുമ്പോഴാണ് 8 ലക്ഷം ചിലവാക്കി ഒരു ഡാൻസ് കാണുന്നത്. പ്രളയക്കെടുതിയിൽ നിന്ന് കരകയറാനായി കേരളത്തിന് ഇനിയും സാമ്പത്തികമായും അല്ലാതെയും സഹായങ്ങളും പിന്തുണയും വേണം. നവകേരള നിർമ്മാണത്തിനായി പല ആഘോഷങ്ങൾ പോലും കേരള ജനത ഉപേക്ഷിച്ചു. എന്നാൽ ഇത്തരം ആഘോഷങ്ങൾ ആരും അറിയാതെ നടക്കുന്നു. സംസ്ഥാനം പ്രളയ ദുരിതത്തിൽ നട്ടം തിരിയുന്ന സമയത്ത് കഴിഞ്ഞ സെപ്റ്റംബർ 30-നാണ് ചീഫ് സെക്രട്ടറിയുടെ അധ്യക്ഷതയിൽ ലോക കേരള സെക്രട്ടേറിയറ്റ് യോഗം ചേർന്ന് ദുബായിൽ പരിപാടി നടത്താൻ തീരുമാനിച്ചത്. തുടർന്ന് ലക്ഷങ്ങൾ ചെലവഴിച്ച് കലാപരിപാടികൾ നടത്തി സമ്മേളനം മോടികൂട്ടാനും തീരുമാനിച്ചു. 8 ലക്ഷം രൂപ മുടക്കി ആശാ ശരത്തിന്റെ നൃത്തം, ഇന്ത്യൻ ബാൻഡിന്റെ സംഗീത പരിപാടി, ബോളിവുഡ് ഡാൻസ് ടീമിന്റെ പരിപാടി തുടങ്ങിയ കലാപരിപാടികൾ നടക്കുമെന്ന് മുഖ്യമന്ത്രി അധ്യക്ഷനായ യോഗത്തിന്റെ മിനിറ്റ്സ് പറയുന്നു. ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് പുനർനിർമ്മാണത്തിനുമുള്ള പണത്തിനായി സംസ്ഥാനം നെട്ടോട്ടമോടുന്ന സമയത്താണ് ഈ ധൂർത്ത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.